ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരുക. ഈ പ്രഭാതത്തിൽ ഒരു വചനം നിന്റെ ധ്യാനത്തിനായിട്ട് എടുത്തു വയ്ക്കുന്നു. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 35-ാം തിരുവചനം. ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നവരിലൂടെയാണ്. നിന്നിലേക്ക് പല ജ്ഞാനത്തിൻ്റെ വചസ്സുകൾ കടന്നു വരാം, പല പുതിയ അറിവുകളും കടന്നു വരാം, പല ഉൾക്കാഴ്ചകളും കടന്നു വരാം. എല്ലാം നല്ലതായിരിക്കാം. പക്ഷെ അത് നല്ലതാണെന്ന് തെളിയിക്കേണ്ടത് നിന്റെ ജീവിതത്തിലൂടെയാണ്. നല്ല ഒരു പായസം ഉണ്ടാക്കിയിട്ട് ഒരു കോളാമ്പിയിൽ വിളമ്പിയാലത്തെ അവസ്ഥ എന്താ? പായസം വളരെ നല്ലതാണ്, പക്ഷെ അത് കോളാമ്പിയിൽ എടുത്താൽ ആരും കഴിക്കത്തില്ല. നിന്റെ ജീവിതത്തിലേക്ക് ദൈവം ഒരുപിടി ജ്ഞാന സ്രോതസ്സുകൾ തുറന്നിട്ട് തരും, ഉൾക്കാഴ്ചകൾ തരും. പക്ഷേ ദൈവം നൽകിയത് അത് ഫലം ചൂടണമെങ്കിൽ അതിനനുസരിച്ച് നീ അതിനോട് സഹകരിക്കേണ്ടിയിരിക്കും. ജ്ഞാനത്തെ, ഉൾക്കാഴ്ചകളെ, ദൈവിക പ്രചോദനങ്ങളെ നീ നിന്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ടിയിരിക്കുന്നു. അവിടെ ദൈവത്തിൻ്റെ ഉൾക്കാഴ്ചകൾക്ക്, പ്രചോദനങ്ങൾക്ക് ഫലം ചൂടുവാൻ സാധിക്കത്തില്ല. നിന്റെ ജീവിതത്തിൽ ദൈവിക പ്രചോദനങ്ങൾ ഫലം ചൂടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, വ്യക്തിയെ സമർപ്പിക്കുകയാണ്. നീ നൽകുന്ന പ്രചോദനങ്ങൾക്കെല്ലാം ജീവൻ നൽകുവാനായിട്ട്, നിന്റെ ഉൾക്കാഴ്ചകളെ തിരിച്ചറിഞ്ഞ് ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. ഈ ദിവസത്തിന് വേണ്ട സംരക്ഷണവും അനുഗ്രഹങ്ങളും നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഉന്നതിൻ നീ